Download now. CC Learning app. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മുടെ സെറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അല്ലെ. ഈ വർഷത്തെ സെക്കൻഡ് സൈക്കിൾ എക്സാം ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പൊ അതിനു മുൻപായിട്ട് എന്താണ് ഈ ഫസ്റ്റ് സൈക്കിളും സെക്കൻഡ് സൈക്കിളും തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങൾ, എങ്ങനെ നമ്മൾ അതനുസരിച്ച് തയ്യാറെടുക്കണം എന്നുള്ളത് കുറച്ച് കണക്കുകളിലൂടെ തന്നെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ത്രൂ ഔട്ട് കാണുക കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, സെറ്റ് എക്സാം 2 സൈക്കിളാണ്. അതായത് ഒരു വർഷം 2 പ്രാവശ്യമായിട്ടാണ് എക്സാം നടക്കാറ്. ഒരു എക്സാം നോട്ടിഫിക്കേഷൻ നേരത്തെ വരുമെങ്കിലും എക്സാം നടക്കുന്നത് ഫെബ്രുവരിയോട് കൂടിയാണ് എക്സാം നടക്കാറ്. അതിനുശേഷം നമുക്കൊരു എക്സാമും കൂടി ജൂലൈയിൽ നടക്കും. ഇങ്ങനെ 2 സൈക്കിളിലായിട്ടാണ് നമ്മുടെ എക്സാം നടക്കാറുള്ളത്. ഫെബ്രുവരിയിൽ നടക്കുന്ന എക്സാമിന്റെ റിസൾട്ട് മോസ്റ്റ്ലി മാർച്ച് ലാസ്റ്റ് വരാറുണ്ട്, അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കിനുള്ളിൽ തന്നെ റിസൾട്ട് വരാറുണ്ട്. ജൂലൈയിലും അതുപോലെ തന്നെ ഓഗസ്റ്റ് എൻഡോട് കൂടിയോ അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യത്തോടു കൂടിയോ നമുക്ക് റിസൾട്ട് വരാറുണ്ട്. സെറ്റ് എക്സാമിന്റെ പാസ് പെർസെന്റേജ് എന്ന് പറയുന്നത് എല്ലാ പ്രാവശ്യത്തേതും പോലെ തന്നെ നമ്മളൊരു ചർച്ചാ വിഷയമാക്കുന്ന കാര്യമാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, 2026 നടന്ന എക്സാമിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലീസ്റ്റ്, അതായത് കഴിഞ്ഞ 5 വർഷം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പാസ് പെർസെന്റേജിലേക്കാണ് ഇപ്രാവശ്യത്തെ സെറ്റ് എക്സാമിന്റെ റിസൾട്ട് പോയിരിക്കുന്നത്. 15.59% 2026 പാസ് പെർസെന്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ 2 സൈക്കിൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇപ്പൊ 2021 നമ്മുടെ കയ്യിൽ റിസൾട്ട് ഉള്ളത്. സബ്ജക്ട് വൈസ് ഇപ്പൊ ഈ കോളം നോക്കുവാണെങ്കിൽ എത്ര പേര് അപ്പിയർ ചെയ്തു, എത്ര പേര് പേപ്പർ 1 എഴുതി, പേപ്പർ 1 പാസ് പെർസെന്റേജ്, പേപ്പർ 2 പാസ് പെർസെന്റേജ്, ടോട്ടൽ പാസ് പെർസെന്റേജ്. ഇത് LBS സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ഡാറ്റയാണ് കേട്ടോ. അപ്പൊ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 2021 സെപ്റ്റംബറിൽ പബ്ലിഷ് ചെയ്ത, അപ്പൊ ജൂലൈ സെക്കൻഡ് സൈക്കിളിൽ നടന്ന എക്സാം ആണിത്. ഓക്കെ, അപ്പൊ 2021 സെക്കൻഡ് സൈക്കിളിൽ നടന്ന ഈ ഒരു എക്സാമിന്റെ പാസ് പെർസെന്റേജ്, ടോട്ടൽ പാസ് പെർസെന്റേജ് എന്ന് പറയുന്നത് 14.38 ആണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കണേ, സെക്കൻഡ് സൈക്കിളിലാണ്. ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2023 നോക്കാം. 2023 എക്സാം നടന്ന സമയം അല്ലെങ്കിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്ത സമയം എന്ന് പറയുന്നത് മാർച്ചിലാണ്. അതായത് ഫസ്റ്റ് സൈക്കിളാണ്. ഫസ്റ്റ് സൈക്കിളിലെ പാസ് പെർസെന്റേജ് 18.51 ആണ്. ടോട്ടൽ പാസ് പെർസെന്റേജ് എന്ന് പറയുന്നത് 18.51 ആണ്. ഇനി മുന്നോട്ട് വീണ്ടും പോകുമ്പോൾ 2024 വീണ്ടും നമ്മൾ എടുക്കുന്നത് ഫസ്റ്റ് സൈക്കിൾ തന്നെയാണ്. ഫസ്റ്റ് സൈക്കിളിൽ നല്ലൊരു പാസ് പെർസെന്റേജിലേക്ക് എത്തി, 26.22 എന്നൊരു പാസ് പെർസെന്റേജിലേക്ക് എത്തി. ഇത് എപ്പോൾ നടന്നതാണ്? 29/2/2024. അതിന് ഒരുപാട് ഘടകങ്ങളും കൂടി ഉണ്ടായിരുന്നു. കാരണം 2024 കൂടി തന്നെ HSST വരാൻ പോകുന്നു എന്നൊരു കാര്യം മുന്നിൽ വന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ കുറച്ചും കൂടി പണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. അതൊരു ഫാക്റ്റാണ്. ഇനി വീണ്ടും മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 2025 റിസൾട്ട്, ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ജനുവരിയാണ്, വീണ്ടും ജനുവരിയാണ്. അവിടെ വന്നിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 20.87 ആണ്. 20.87 ആണ് ടോട്ടൽ പെർസെന്റേജ്. ആൻഡ് ഫൈനലി കഴിഞ്ഞ പ്രാവശ്യം നടന്ന എക്സാമിന്റെ പാസ് പെർസെന്റേജ് കണ്ടാൽ നിങ്ങൾക്കറിയാം, 15.59%. എവർ ടൈം ലീസ്റ്റ് ആണ്. അപ്പൊ ഇതിൽ നമ്മളിപ്പോ നോക്കിയ ഡാറ്റ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സൈക്കിളിനേക്കാളും തീർച്ചയായിട്ടും ഫസ്റ്റ് സൈക്കിളിൽ ഒരു ബെറ്റർ റിസൾട്ട് ഇൻ ടേംസ് ഓഫ് പെർസെന്റേജ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ജൂലൈ സൈക്കിളിൽ റിസൾട്ടിന്റെ വിജയ ശതമാനം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പൊ അതൊരു ഫാക്റ്റ് ആണ്. എന്തൊക്കെയാണ് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അല്ലെ? ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിൽ പോലും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആ ഒരു ജൂലൈ പീരീഡ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ, അധ്യാപകരാണ് കൂടുതൽ പേരും ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. സ്കൂൾ റീഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ഹെക്ടിക് ഷെഡ്യൂളിലൂടെ മുന്നോട്ട് പോകുന്നവരായിരിക്കും. ഇനി പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ആ ഒരു സമയം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം, BEd ചെയ്യുന്ന കുട്ടികളാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഹെക്ടിക് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരിക്കും. ഇതൊക്കെ റീസൺസ് ആവാം. ബട്ട് സ്റ്റിൽ എക്സാമിന്റെ ടഫ്നെസ്സും ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. സോ നമ്മൾ ഈ വരുന്ന ജൂലൈ എക്സാം എന്ന് പറയുന്നത് കൃത്യമായ പഠന സ്ട്രാറ്റജിയോട് കൂടി തന്നെ മുന്നോട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. സെറ്റ് എക്സാം ഇപ്പൊ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? HSST ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നില്ല എന്ന് ചിന്തിക്കുന്നവരോട് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, 2030 കൂടി ഏറ്റവും കൂടുതൽ ചേഞ്ചസ് വരുന്ന ഒരു മേഖലയാണ് അധ്യാപകരുടെ ഈ ഒരു മേഖല എന്ന് പറയുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, NEP അതുപോലെ തന്നെ ഖാദർ കമ്മിറ്റി അതിന്റെ പൂർണ്ണതയിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് 2030 കൂടി വരുമ്പോൾ അവിടെ പറയുന്ന ഏറ്റവും വലിയൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇന്നത്തെ +2 ടീച്ചേഴ്സിന്റെ ഗസ്റ്റ് ലെക്ചർഷിപ്പാണ് ഏറ്റവും കൂടുതലുള്ളത്. സോ അതിൽ നിന്നും മാറി നമ്മളുടെ, അതായത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഭാഗമായിട്ട് അധ്യാപകരെ എടുക്കുകയും അവർക്ക് കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുത്ത് ആ ഒരു എഡ്യൂക്കേഷന്റെ വാല്യൂ
കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് എയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ സിസ്റ്റം എയിം ചെയ്യുന്നത്. സോ അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ വേക്കൻസികളോട് കൂടിയുള്ള HSST എക്സാംസ് ഒക്കെ മുന്നിൽ വരും. റിട്ടയർമെന്റ്സ് ഒരുപാടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം +2 നിർബന്ധമാക്കിയ ഒരു വർഷം എന്ന് പറയുന്നത് 2002 ആണ് അല്ലെ. അതിനുശേഷം +2 മൊത്തമായിട്ട് ഏറ്റവും കമ്പൽസറി ആയിട്ട് തന്നെ മുന്നോട്ട് വച്ചൊരു കാര്യമായിരുന്നു. അപ്പൊ ആ സമയത്ത് ജോയിൻ ചെയ്ത അധ്യാപകരുടെ ഒരു ആവറേജ് ഏജ് എടുക്കുവാണെങ്കിൽ നമുക്കറിയാം 2025-നും 30-നും ഇടയിൽ നല്ലൊരു റിട്ടയർമെന്റ് പ്രതീക്ഷിക്കുന്ന വർഷങ്ങളാണ് ഉള്ളത്. സോ ഇതെല്ലാം ഇതിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. സോ 2030 ഇത്രയും ചേഞ്ചസ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഓരോ സെറ്റ് എക്സാമും വളരെയധികം റെലവെന്റ് ആണ്. നമുക്കിപ്പോൾ അടുത്ത HSST വരട്ടെ, അതിനു മുമ്പ് ക്ലിയർ ചെയ്താൽ പോരെ എന്ന് ചിന്തിക്കുന്നവരോട് അടുത്ത HSST വരുന്നതിന് മുമ്പ് ഒരുപാട് സെറ്റ് എക്സാം ഒന്നുമില്ല, കൂടിപ്പോയാൽ 4 സെറ്റ് എക്സാം അത്രയേ ഉള്ളൂ. കാരണം 2026 നടക്കുന്ന എക്സാം 2027 റാങ്ക് ലിസ്റ്റ് വരും. തീർച്ചയായിട്ടും 2027 റാങ്ക് ലിസ്റ്റ് വന്നാൽ 28, 29 അടുത്ത വിജ്ഞാപനം, 28 തന്നെ വിജ്ഞാപനം വരും അല്ലെ. കാരണം 1.5 വർഷമാണ് ഒരു റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അടുത്ത വിജ്ഞാപനം വരുന്നത്. സോ ഡെഫിനറ്റ്ലി 2028 അടുത്ത HSST എക്സാം വരികയാണ്, നോട്ടിഫിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് മുൻപായിട്ട് നമ്മുടെ മുന്നിലുള്ളത് 4 സെറ്റ് എക്സാം ആണ്. സോ കൃത്യമായിട്ട് പഠിക്കുക, സ്ട്രാറ്റജീസോട് കൂടി തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ സെറ്റിന്റെ എക്സ്ക്ലൂസീവ് ബാച്ച് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 4 വർഷം കൊണ്ട് 4863 ഉദ്യോഗാർത്ഥികളാണ് സെറ്റ് എന്ന് പറയുന്ന ഈ ഒരു എക്സാമിലൂടെ ഞങ്ങൾക്ക് മുന്നോട്ടെത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച റിസൾട്ട്, അതിന്റെ ആത്മവിശ്വാസത്തോടു കൂടി നമ്മളുടെ 90 ഡേ ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റെക്കോർഡഡ് ക്ലാസ്സസ്, സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് റെക്കോർഡഡ് ക്ലാസ്സസ്, അതോടൊപ്പം തന്നെ എക്സ്ക്ലൂസീവ് ലൈവ് സെഷൻസ് ഉണ്ടാവും, എക്സാംസ് ഉണ്ടാവും, പേഴ്സണൽ മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് HSST നെറ്റ് സെറ്റ് മേഖലയിൽ പ്രാവീണ്യമുള്ള ഒരു അധ്യാപകരുടെ നീണ്ട നിര തന്നെയാണ് CCയോട് ഓരോ വിഷയത്തിലും കൂടെ ഉള്ളത്. ഇത് തന്നെയാണ് ഞങ്ങൾക്ക് എപ്പോഴും പറയാനുള്ള ഏറ്റവും വലിയൊരു മെറിറ്റ് എന്ന് പറയുന്നത്. സോ CCയോടൊപ്പം ഇങ്ങ് പോകുന്നുള്ള സെറ്റ് ചെറുതായിട്ട് കാണരുത്, വലിയ അവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അവസാനം നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെച്ച് നമുക്കത് പറ്റാതെ ആവുമ്പോൾ ഒരു സങ്കടം ഒരു HSST വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. വീണ്ടും അതിലേക്ക് പോണോ, ഒരാവശ്യമില്ല. സോ എത്രയും പെട്ടെന്ന് നേടിയെടുക്കുക. ഈ വരാൻ പോകുന്ന ജൂലൈ എക്സാമിൽ തന്നെ നമുക്കത് നേടിയെടുക്കാം. കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയാം. അതിന് മുൻപായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രീ ഗ്രൂപ്പ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലൂടെ അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ CC ലേണിംഗ് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ആ ഒരു ആപ്പിലൂടെയും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.